10th morning session. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് അവിടെ സെറ്റ് ചെയ്യാൻ കാരണം ഒരു ഡോജി ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഇൻവെർട്ടർ ഹാമർ ഉണ്ട്, ഓൾസോ എ ടീസർ ക്യാൻഡിലാണത്. മേ ബി റെഡ് ക്യാൻഡിലാവാൻ ചാൻസ് ഉണ്ട്. 50-50 ആണ്, ഷോർട്ടൊന്നുമല്ല, അത് അങ്ങനെ എടുത്തുന്നുള്ളൂ. കുറേ നേരമായിട്ട് മേലോട്ടുള്ളൂ. റെസിസ്റ്റൻസോടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് ഒരു സ്ഥലം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലും വന്നിട്ട് സെല്ലായി താഴേക്ക് വരും, ദെൻ റീടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു എൻട്രി നോക്കാം വേണമെങ്കിൽ. ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടിന് മേലോട്ട് പോയി അടുത്ത റെസിസ്റ്റൻസിലെത്തി. റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് നിൽക്കുക. ഇവിടെയും വരാൻ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലൊരു എൻട്രിക്ക് ചാൻസ് ഉള്ളത് നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയി കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു സെല്ല് വേണമെങ്കിൽ ചെയ്യാം. ഇതിവിടെ ഒരു ലോങ് വീക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യുമായിരുന്നു. കുഴപ്പമില്ല, ലോങ് വീക്ക് വരുമെന്നുള്ളത്. ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റിംഗ് ഒന്നുമില്ലാതെ റോ ആയിട്ടായിരിക്കുള്ളൂ. അപ്പോൾ ലൈവായിട്ട് എങ്ങനെയാണ് ഒരു നല്ല ബെറ്റർ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, പേഷ്യൻസോടുകൂടി എങ്ങനെ അടുത്ത ട്രേഡ് എടുക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ക്യാൻഡിലായിരുന്നു താഴേക്ക് വരുമെന്ന് ഉദ്ദേശിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനായിട്ട് അതിന് ശേഷം ഉള്ള ക്യാൻഡിൽ സെല്ല് ചെയ്യാം. പക്ഷെ ഗ്രീൻ ആയിരുന്നില്ല, നെക്സ്റ്റ് ക്യാൻഡിൽ ആക്ച്വലി ഇവിടെ റെഡ് ആയിരുന്നു. പക്ഷെ അതൊരു
ഹാമർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന കറണ്ട് ക്യാൻഡിലും ഇൻവേർട്ടർ ഹാമറാണ്. ചെറിയൊരു ചാൻസ് എടുക്കുന്നുള്ളൂ. സെല്ലിങ് കാണാമല്ലോ. ഓക്കെ, നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇതൊരു റോങ് അനാലിസിസ് ആൻഡ് റോങ് എൻട്രി ആണ്. ആക്ച്വലി ഈ ക്യാൻഡിൽ ഗ്രീൻ ആവുകയാണെങ്കിലാണ് അതിന് ശേഷം റെഡ് ചാൻസ് ഉള്ളത്. അപ്പോൾ എൻ്റെ അനാലിസിസ് തെറ്റായിപ്പോയതാണ്. ഇനി ഈ ഭാഗത്ത് തൊട്ട് മുകളിലൊരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് വേണമെങ്കിൽ എൻട്രി ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ എൻട്രി ആയിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റായി. അവിടെ ആ റെസിസ്റ്റൻസ് ഉള്ളതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ കറണ്ട് ക്യാൻഡിലും ഒരു ഹാമർ പോലെ ഫോം ചെയ്ത് കഴിഞ്ഞ് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെല്ല് ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബയേഴ്സ് ഉണ്ടല്ലോ ആക്ച്വലി അവിടെ. ഓക്കെ, ഇനി ഇവിടെ എൻട്രി ചെയ്യേണ്ട പണിയാണ്. അത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഷോട്ട് നഷ്ടമായെന്നല്ല തിരിച്ചു കിട്ടിയത്, അങ്ങനെ വേണം പറയാം. ഇവിടെ റിസ്ക്കാണ് എൻട്രി ചെയ്യുന്നത്. എന്നുവെച്ചാൽ മേളിലോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. വേറെ നോക്കാം. ഒരുപാട് എൻട്രീസ് ആയി ഇവിടെ. റെസിസ്റ്റൻസ് ഇത് താഴേക്ക് വന്ന് ഒരു ഇൻവേർട്ടർ ഹാമർ പോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. പെയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു പെയറിൽ എൻ്റർ ചെയ്യാതെ വേറെ പെയറുകൾ ഇങ്ങനെ നോക്കുക. എന്നാലാണ് പല പെയറിൽ നമുക്ക് എൻ്റർ ചെയ്യാനും നമ്മളുടെ പ്രോബബിലിറ്റി കൂടുതലായിട്ട് വർക്ക് ആവുകയുള്ളൂ. നമ്മളെല്ലാ എമൗണ്ടും കൂടിയും ഒരു പെയറിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രോബബിലിറ്റി വർക്കാവും? ഓക്കെ,
ഇപ്പോൾ ഒരു ടോട്ടൽ എമൗണ്ട് ഫുള്ള് ഒറ്റ പേരിലിട്ടു, അത് നമ്മളുടെ ഡിസിഷൻ തെറ്റായി കഴിഞ്ഞാൽ ആ എമൗണ്ട് മൊത്തം പോകില്ല. അതേസമയം നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഒരു 20 പെയറിൽ 20 സമയത്തായിട്ട് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 20 ട്രേഡ് എന്തായാലും ലോസ് ആവില്ലല്ലോ, അതിൽ കുറച്ചെങ്കിലും പ്രോഫിറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റിനെ നമ്മളുടെ വരുതിയിലാക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അത് പ്രോഫിറ്റായി. അത് ഓൾറെഡി ഞാൻ അനാലിസിസ് നടത്തിയിട്ടാണ് എൻ്റർ ചെയ്തിരുന്നത്. ഒരു ഇൻവെർട്ടർ ഹാമർ പോലെ ഫോം ചെയ്ത ബൈ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇൻവെർട്ടർ ഹാമറായിട്ട് ഫോം ചെയ്തു. അത് ഷുവർ ഷോട്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി $25 നിന്നാണ് ഞാൻ ഇന്നലെ ഇതിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ $12 പ്രോഫിറ്റായി. മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് $12 ആണ്. വേണമെങ്കിൽ ഇപ്പോൾ വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ ഇന്നത്തെ, അതായത് ഇന്നിപ്പോൾ ജൂൺ 10 ജൂൺ 10 ടോട്ടൽ സെഷൻസ് ഈവനിങ് 2 സെഷൻ ഉൾപ്പെടെ ടോട്ടൽ 5 സെഷനുള്ളത്, അതെല്ലാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാകുമോ, അക്കൗണ്ടിൽ ഇത്രയും ബാലൻസ് ഉണ്ടാകുമോ എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ $10 പ്രോഫിറ്റ് ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. ഞാൻ തൽക്കാലം ഈ സെഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനിയൊരു 3 മിനിറ്റും കൂടി ഉണ്ട്. ഒരു ഹാമറും ഒരു ഡോജിയും വന്ന ഒരു സ്ഥലം നമ്മൾ നേരത്തെ എടുക്കത്തില്ലേ, ആക്ച്വലി ഇപ്പോൾ അവിടെ ഒരു സെല്ലിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതെന്ത് ക്യാൻഡിലാണ് ഈ വന്നേക്കണം. എനിക്ക് CAD കനേഡിയൻ ഡോളർ ഈ പെയറിൽ എപ്പോഴും ലോസുകൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. അത് ഓർത്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യും. ഞാൻ നേരത്തെ വിഡ്രോവലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് വൈസ് ഡിസിഷൻ എനിക്ക് എടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ വിഡ്രോ ചെയ്താലും അതിൽ വേറെ പ്രത്യേകിച്ച് മോശമായിട്ടുള്ളതൊന്നുമില്ല. ആക്ച്വലി അതിൽ പോസിറ്റീവ് സൈഡുള്ള ഗുണമുള്ളത് വേറൊന്നുമില്ല. ഞാൻ ലോഡ് സൈസ് എന്തായാലും $1.25 ഇവിടെ കാണുന്നുണ്ട്. ഇത് തന്നെ ഉപയോഗിക്കുള്ളൂ, അതിൽ കൂട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഡെയിലി ക്യാപിറ്റൽ എൻ്റെ $25 ലോസ് ലിമിറ്റ്. ആ $25 ലോസായി ടോട്ടൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റീഡിപ്പോസിറ്റിംഗ് ഇല്ല, അടുത്ത ദിവസത്തൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് പ്രോഫിറ്റ് വന്നത് അത് വിഡ്രോ ചെയ്ത് സെക്യൂർ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എപ്പോഴും. അപ്പോൾ അത് ഈ സെഷൻ കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യും. ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തല്ലോ. കുറേ നേരമായിട്ട് ഇത് അപ് ട്രെൻഡ്, പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇവിടെ ഒരു വിക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെല് ചെയ്യാം. ഇപ്പോഴും ലോങ് വിക്കുകളിൽ നമുക്ക് എൻട്രി നടത്താൻ പറ്റിയൊരു ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ് ക്യാൻഡിൽസ് വരാറുണ്ട്. ലോങ് വിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, നമ്മളുടെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഞാനിപ്പോൾ സെഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് $12 വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം.